നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു യാദൃശ്ചികത അല്ല. കാരണം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു സാധാരണ വസ്തുവാണ് ഉപ്പ്. പക്ഷേ ഈ ഉപ്പിനെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ സാധാരണ വസ്തു, ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ അൽസമ്പത്തിന്റെ വാതിൽ തുറക്കുന്ന ഒരു ശക്തമായ ഉപകരണമാണ്. ഈ വീഡിയോ അവസാനം വരെ കാണണം, ഒരിടത്തും സ്കിപ്പ് ചെയ്യരുത്. കാരണം നാലാമത്തെ സ്ഥലം പലരും പറയാത്തതാണ്. നമ്മുടെ പൂർവികർ ഉപ്പിനെ ഭക്ഷണത്തിനായി മാത്രം ഉപയോഗിച്ചിരുന്നില്ല. ഉപ്പ് ശുദ്ധിയുടെയും സംരക്ഷണത്തിന്റെയും ഊർജത്തിന്റെയും പ്രതീകമാണ്. വാസ്തുശാസ്ത്രത്തിലും ആയുർവേദത്തിലും ആത്മീയ ശാസ്ത്രങ്ങളിലും ഉപ്പ് നെഗറ്റീവ് എനർജി ആഗിരണം ചെയ്യുന്ന ഒരു ശക്തമായ ഘടകമാണ്. നിങ്ങളുടെ വീട്ടിൽ സമ്പത്ത് നിൽക്കാതെ പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രധാന കാരണം നെഗറ്റീവ് എനർജി ആയിരിക്കാം. ഇനി ഉപ്പ് വെക്കേണ്ട പ്രധാന 4 സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്ഥലം 1, വീട്ടിന്റെ പ്രധാന വാതിലിന് സമീപം. ഒരു ചെറിയ ഗ്ലാസ് അല്ലെങ്കിൽ മണ്ണുപാത്രം എടുക്കുക. അതിൽ കല്ലുപ്പ് പകുതി വരെ നിറക്കുക. ഇത് വീട്ടിന്റെ പ്രധാന വാതിലിനകത്തായി വലതുവശത്ത് വെക്കണം. എന്തുകൊണ്ടെന്നാൽ കാരണം പ്രധാന വാതിലാണ് സമ്പത്ത്, ഭാഗ്യം, ഊർജം വീട്ടിലേക്ക് കടക്കുന്ന വഴി. ഉപ്പ് അവിടെ വെച്ചാൽ പുറത്തുനിന്ന് വരുന്ന നെഗറ്റീവ് എനർജി അകത്ത് കടക്കുന്നതിന് മുമ്പേ അത് ആഗിരണം ചെയ്യും. ശ്രദ്ധിക്കുക, 7 ദിവസത്തിലൊരിക്കൽ ഈ ഉപ്പ് മാറ്റണം. പഴയ ഉപ്പ് വീട്ടിന് പുറത്തേക്ക് വെക്കണം. സ്ഥലം 2, കിടപ്പുമുറി, ബെഡ്റൂം. നിങ്ങൾ ഉറങ്ങുന്ന മുറിയിൽ എപ്പോഴും നിങ്ങളുടെ ചിന്തകൾ ഏറ്റവും ശക്തമാണ്. വളരെയധികം ടെൻഷൻ, ഭയം, പണം സംബന്ധിച്ച ആശങ്കകൾ ഇവിടെ തന്നെയാണ് ഉണ്ടാകുന്നത്. ഒരു ചെറിയ ബൗളിൽ ഉപ്പ് നിറച്ച് കിടക്കയുടെ തലഭാഗത്തിനടുത്തായി വെക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ സാമ്പത്തികമായി പ്രശ്നം അനുഭവിക്കുന്ന സമയത്ത്. ഉറക്കത്തിനിടയിൽ നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളുടെ എനർജി ഉപ്പ് ആഗിരണം ചെയ്യും. പലരും ഇത് ചെയ്ത ശേഷം ഉറക്കം മെച്ചപ്പെട്ടതായി അനുഭവിച്ചിട്ടുണ്ട്. സ്ഥലം 3, അടുക്കൾ, കിച്ചൺ. അടുക്കള വീട്ടിലെ സമ്പത്തിന്റെ കേന്ദ്രമാണ്. അതിനാലാണ് പഴയകാലത്ത് അടുക്കള ശുദ്ധിയായി സൂക്ഷിച്ചിരുന്നത്. ഒരു ചെറിയ പാത്രത്തിൽ ഉപ്പ് നിറച്ച് അടുക്കളയിലെ വടക്ക് കിഴക്ക് ദിശയിൽ വയ്ക്കുക. ഇത് വീട്ടിലെ പണപ്രവാഹം സ്റ്റേബിളാക്കാൻ സഹായിക്കും. പണം വന്നാലും വിൽക്കാതെ പോകുന്നവർക്ക് ഇത് വളരെ പ്രയോജനകരമാണ്. സ്ഥലം 4, പണം സൂക്ഷിക്കുന്ന സ്ഥലം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. നിങ്ങൾ പണം സൂക്ഷിക്കുന്ന അലമാര, ലോക്കർ, പേഴ്സ് വയ്ക്കുന്ന സ്ഥലം. അവിടെ ഒരു ചെറിയ പൗച്ചിൽ ഉപ്പ് വയ്ക്കുക. ഉപ്പ് നേരിട്ട് പണവുമായി സ്പർശിക്കരുത്. ഈ ഉപ്പ് പണം പോകുന്ന നെഗറ്റീവ് എനർജി തടയും. പണം വന്നിട്ട് ചിലവായി പോകുന്നവർക്ക് ഇത് വളരെ ശക്തമായ ഒരു പരിഹാരമാണ്. വെള്ളത്തിൽ ലയിച്ച ഉപ്പ് ഇവിടെ ഉപയോഗിക്കരുത്. ഇതാണ് ആ 4 സ്ഥലങ്ങൾ. ഈ ഉപ്പ് ഭക്ഷണത്തിനായി ഉപയോഗിക്കരുത്. മറ്റുള്ളവർ ഇത് തൊടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു ചെറിയ പാത്രത്തിൽ ഉപ്പ് നിറച്ച് അടുക്കളയിലെ വടക്ക് കിഴക്ക് ദിശയിൽ വയ്ക്കുക. ഇത് വീട്ടിലെ പണപ്രവാഹം സ്റ്റേബിളാക്കാൻ സഹായിക്കും. പണം വന്നാലും നിൽക്കാതെ പോകുന്നവർക്ക് ഇത് വളരെ പ്രയോജനകരമാണ്. സ്ഥലം 4, പണം സൂക്ഷിക്കുന്ന സ്ഥലം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. നിങ്ങൾ പണം സൂക്ഷിക്കുന്ന അലമാര, ലോക്കർ, പേഴ്സ് വയ്ക്കുന്ന സ്ഥലം. അവിടെ ഒരു ചെറിയ പൗച്ചിൽ ഉപ്പ് വയ്ക്കുക. ഉപ്പ് നേരിട്ട് പണവുമായി സ്പർശിക്കരുത്. ഈ ഉപ്പ് പണം പോകുന്ന നെഗറ്റീവ് എനർജി തടയും. പണം വന്നിട്ട് ചിലവായി പോകുന്നവർക്ക് ഇത് വളരെ ശക്തമായ ഒരു പരിഹാരമാണ്. വെള്ളത്തിൽ ലയിച്ച ഉപ്പ് ഇവിടെ ഉപയോഗിക്കരുത്. ഇതാണ് ആ 4 സ്ഥലങ്ങൾ. ഈ ഉപ്പ് ഭക്ഷണത്തിനായി ഉപയോഗിക്കരുത്. മറ്റുള്ളവർ ഇത് തൊടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു കാര്യം വളരെ വ്യക്തമായി പറയട്ടെ, ഉപ്പ് മാജിക് അല്ല. പക്ഷേ വിശ്വാസത്തോടൊപ്പം ചെയ്താൽ ഇത് നിങ്ങളുടെ ചിന്തകളെയും ഊർജത്തെയും ശരിയായ ദിശയിലേക്ക് നയിക്കും. ഇന്നു മുതൽ നിങ്ങൾ സമ്പത്ത് വരില്ലെന്ന് ചിന്തിക്കുന്നത് നിർത്തൂ. സമ്പത്ത് നിങ്ങളിലേക്ക് വരുന്ന വഴിയിലാണ് ഇപ്പോൾ. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരാളെങ്കിലും ഷെയർ ചെയ്യൂ. കാരണം നന്മ പങ്കുവച്ചാൽ ഇരട്ടിയായി തിരിച്ചുവരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയി കാണാം. നന്ദി.